നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഫൈക്കസ് പുമില വേരിഗേറ്റ എന്ന വളരെ മനോഹരമായ ഒരു പ്ലാന്റ് ആണ്. മതിലുകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന അതിൻ്റെ ഭിത്തി മുഴുവൻ ഗ്രീൻ കളർ ആക്കുന്ന ഒരു ചെടിയാണ് ഫൈക്കസ് പുമില അഥവാ ക്രീപ്പിംഗ് ഫിഗ് എന്ന് പറയുന്നത്. ഇതിന് ഇനത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഇൻഡോർ ആയിട്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളരെ മനോഹരമായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ഇലയുടെ ബോർഡറിൽ കൂടെ വരുന്ന ഒരു വൈറ്റ് കളറാണ് ഇതിനെ ഇത്രയും മനോഹരമാക്കി തീർക്കുന്നത്. മറ്റേ ചെടിക്ക് ഇതുപോലെ ഒരു വൈറ്റ് കളർ ബോർഡർ ഇല്ല. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടിയാണിത്. 500 റേഞ്ചിലാണ് ഞാനിത് വാങ്ങിച്ചത്. എന്നാൽ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുപോലെ ഇത് പെട്ടെന്ന് വളരും എന്നതും ഒരു പ്രത്യേകതയാണ്. ലോ മെയിൻ്റെനൻസ് മതി ഇതിന്. ഫൈക്കസ് പുമില ഇനത്തിൽപ്പെട്ടതൊക്കെ വെള്ളം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ സമ്മർ സീസണിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ഓവർ വാട്ടറിങ് പാടില്ല. ഇതിന് മാസത്തിലൊരിക്കൽ വളമായിട്ട് ചകിരിപ്പൊടി ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ഇതിന് വിൻഡോ സൈഡിലൊക്കെ വെക്കാൻ വളരെ നല്ലതായിരിക്കും. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. ഡയറക്റ്റ് സൺലൈറ്റിൽ ഇത് വെക്കരുത്. പാർഷ്യൽ ലൈറ്റിൽ ഇത് വളരും. എന്നാലും ഇത് ബ്രൈറ്റ് സൺലൈറ്റിലാണ് നല്ല ഭംഗിയായിട്ട് ഇലകളൊക്കെ വരുന്നത്. ചൈന, ജപ്പാൻ, വിയറ്റ്നാം ഒക്കെയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ്. ഇതിൻ്റെ ഫാമിലി നമ്മുടെ മൽബറി ഫാമിലിയിൽ പെട്ടതാണ്. മൊറേഷ്യ ഫാമിലിയിലുള്ളതാണിത്. ഫെയറി ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണിത്. വളരെ മനോഹരമായിട്ട് അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ വന്ന് ആ ഫെയറി ഗാർഡന് ശരിക്കും ഒരു ഫെയറിയുടെ ഗാർഡൻ പോലെ കാണപ്പെടും. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ആ പോട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിനകത്ത് കൊക്കോപ്പിറ്റാണ് കൂടുതലായിട്ടും ചേർത്തിരിക്കുന്നത്. നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോരോ പ്ലാന്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഓരോ പ്ലാന്റിലും അതിൻ്റെ റൂട്ട് പോയിട്ടുണ്ട്. ഈ വേര് നമ്മൾ പയ്യെ പൊട്ടിച്ച് ഓരോരോ പ്ലാന്റ് ആയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ നട്ടാൽ മതി. നല്ല ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലും കൊക്കോപ്പിറ്റാണ് നിറച്ചിരിക്കുന്നത്. കൊക്കോപ്പിറ്റും മണലും ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് മണ്ണും ഉള്ളതിനകത്ത് നട്ടതിന് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനകത്ത് കുറേ ദിവസം ഇത് ഷെയ്ഡിൽ തന്നെ വെക്കണം. അതിനുശേഷം നമുക്കിത് ഇൻഡയറക്റ്റ് സൺലൈറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. വൈറ്റ് ഹാങ്ങിങ് പോട്ടിലാണ് ഏറ്റവും മനോഹരമായിട്ട് കാണപ്പെടുന്നത്. ഒരു പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് വളരെയധികം പോട്ടിലേക്കുള്ള ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.